ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈസി ആയിട്ട് നല്ല തേങ്ങയൊക്കെ അരച്ച് കുറുകിയ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു അയലക്കറി നോക്കിയാലോ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി വറ്റൽമുളക്, കറിവേപ്പില, ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടിയിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കളർ ഏകദേശം ഒരു ബ്രൗൺ കളർ അടുപ്പിച്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ആഡ് ചെയ്യേണ്ടതുണ്ട്. തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു ലിഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു ടൈമിൽ ഇതിലാവശ്യമായിട്ടുള്ള ഗ്രേവി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ, അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കൂടാതെ ഞാൻ കുറച്ച് വാളംപുളി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ മൂടി തുറന്ന് നോക്കുമ്പോഴത്തേന് നന്നായിട്ടിത് വാടി നന്നായിട്ടത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവി നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി അതിൻ്റെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല ചാറോട് കൂടിയ നല്ല തേങ്ങയരച്ചൊരു ഫിഷ് കറിയാണിത്. എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ടൈം തിളച്ച് വന്ന സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ കുതിർത്ത് വെച്ചിരുന്ന പുളിയാണത്, പുളിയുടെ വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അയല മീനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആ അയല മീൻ ചെറിയ പീസുകളാക്കിയതും കൂടി അതിലേക്കിട്ട് ഇനി മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാതിരിക്കുക. ഒന്ന് കറക്കി എടുക്കാനായിട്ട് നോക്കുക. അതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അയലമീൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് ഫിഷ് കറി വെക്കാനെങ്കിലും ഇപ്പോഴും ഈസി ആയിട്ട് കുക്ക് ചെയ്യുന്നത് നോക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഏകദേശം മീൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്ന മീനിലേക്ക് ഞാൻ അവസാനമായിട്ട് ഒരു ശകലം ഓയിലും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുകയാണ്. കുറച്ച് നേരം നമ്മൾ ഏതൊരു ഫിഷ് കറി ആയിരുന്നാലും നമ്മൾ വെച്ച ഉടനെ സെർവ് ചെയ്യാതെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. താങ്ക്